കാനഡയിൽ എല്ലാ വർഷവും ഒരു പ്രത്യേക ആഴ്ചയുണ്ട്. അതിനെ പൗരത്വ വാരം എന്നാണ് വിളിക്കുന്നത്. ഈ വർഷത്തെ പൗരത്വ വാരം മെയ് 26 മുതൽ ജൂൺ 1 വരെയാണ്. ഈ സമയം കാനഡ പുതിയ പൗരന്മാരെ ആഘോഷിക്കുകയാണ്. കൂടാതെ സ്വാതന്ത്ര്യം, ബഹുമാനം, സമത്വം, വിവിധ സംസ്കാരങ്ങൾ എന്നിവയുടെ മിശ്രണം പോലുള്ള കനേഡിയൻ മൂല്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. 2024 ധാരാളം ആളുകൾ കാനഡ പൗരത്വം നേടിയെന്നാണ് റിപ്പോർട്ട്. ആകെ 3,74,000 പേർ പൗരന്മാരായി. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഏകദേശം 87,812 ഇന്ത്യക്കാർ 2024 കാനഡ പൗരത്വം നേടിയെന്നാണ് കണക്ക്. 2023 ഇത് 78,714 ആയിരുന്നു. അതായത് കൂടുതൽ ഇന്ത്യക്കാർ കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പുതിയ കനേഡിയന്മാർ പൗരന്മാരിൽ ഏകദേശം 23% ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രിയായ ലീന പറഞ്ഞത്, പൗരത്വം എന്നത് ഒരു നിയമപരമായ കാര്യം മാത്രമല്ല, ഒരു സമൂഹത്തിൽ ചേരുകയും ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. സ്വന്തം രാജ്യം വിട്ട് കാനഡയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ധൈര്യം വേണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പൗരത്വ ചടങ്ങുകൾ കാനഡയിലെ വിവിധതരം ആളുകളെ കാണിക്കുന്നു. കാനഡ സർക്കാർ അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് രാജ്യത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ട്. 2025 3,95,000 സ്ഥിരതാമസക്കാരെയും 2026 3,80,000 പേരെയും 2027 3,65,000 പേരെയും അനുവദിക്കാനാണ് അവർ പദ്ധതിയിടുന്നത്. സ്ഥിരതാമസക്കാർക്ക് കാനഡയിൽ നിയമപരമായി താമസിക്കാം. അവർക്ക് പിന്നീട് പൗരത്വത്തിന് അപേക്ഷിക്കാനും കഴിയും. ഈ മാറ്റങ്ങൾക്കിടയിലും 2024 ഏറ്റവും കൂടുതൽ സ്ഥിരതാമസക്കാർ വന്നത് ഇന്ത്യയിൽ നിന്നാണ്. 1,27,270 ഇന്ത്യക്കാർ സ്ഥിരതാമസക്കാരായി. എന്നാൽ ഇത് 2023 കണക്കിനേക്കാൾ കുറവാണ്. മെച്ചപ്പെട്ട ജോലി സാധ്യതകൾ, മികച്ച വിദ്യാഭ്യാസം, സുരക്ഷിതമായ ജീവിതം എന്നിവ കാരണം കാനഡ ഇപ്പോഴും ഇന്ത്യക്കാർക്ക് ഒരു പ്രധാന തിരഞ്ഞെടുപ്പാണെന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഒരു പൗരനാകാൻ സമയവും പ്രയത്നവും ആവശ്യമാണ്. ഒരാൾ സ്ഥിരതാമസക്കാരനായി കഴിഞ്ഞാൽ അവർ സാധാരണയായി കുറഞ്ഞത് 3 വർഷമെങ്കിലും കാനഡയിൽ താമസിക്കണം. കൂടാതെ ഒരു പരീക്ഷ പാസ്സാകുകയും ഇംഗ്ലീഷിലോ ഫ്രഞ്ചോ അറിയണമെന്ന് തെളിയിക്കുകയും ചെയ്യണം. ഇതിന് കഠിനാധ്വാനം, ക്ഷമ, അർപ്പണബോധം എന്നിവ ആവശ്യമാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കാനഡയിൽ പൗരത്വം നേടുന്നത് വളരെ പ്രധാനമാണ്. അതിലൂടെ അവർക്കും അവരുടെ കുടുംബത്തിനും പുതിയൊരു ഭാവി ഉണ്ടാക്കുന്നു അവരുടെ പുതിയ രാജ്യത്ത്. പൗരത്വം എന്നത് ഒരു നിയമപരമായ കാര്യം മാത്രമല്ല, ഒരു സമൂഹത്തിൽ ചേരുകയും ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് മന്ത്രി ലീന പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഇത് കേവലം ഒരു കടന്നു പോകലല്ല, മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ്. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ വിവരങ്ങൾ ഒരുപാട് പ്രയോജനകരമാകും. കാനഡയുടെ നിയമങ്ങളും നടപടിക്രമങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ എളുപ്പത്തിൽ പൗരത്വം നേടാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കാനഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന കാനഡയെ വീണ്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാകാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ട്രംപിന്റെ പുതിയ മിസൈൽ പ്രതിരോധ പദ്ധതിയായ ഗോൾഡൻ ഡോം സൗജന്യമായി കാനഡയ്ക്ക് ലഭിക്കുമെന്നും പറയുന്നു. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാനഡ ഒരു സ്വതന്ത്ര രാജ്യമായി തുടരുകയാണെങ്കിൽ ഗോൾഡൻ ഡോം പദ്ധതിയിൽ പങ്കുചേരാൻ $61 ബില്യൺ നൽകേണ്ടി വരും. എന്നാൽ അമേരിക്കയുടെ ഭാഗമായാൽ ഈ പണം നൽകേണ്ടതില്ല. എന്നാൽ ട്രംപിൻ്റെ ഈ പ്രസ്താവനയോട് കനേഡിയൻ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപ് നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാനഡ എല്ലാ തവണയും ഇത് നിരസിക്കുകയാണ് പതിവ്. പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി ട്രംപിൻ്റെ സ്വാധീനത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്തിയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കാനഡയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും രാജ്യത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ തന്നെ വെക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഏകദേശം $175 ബില്യൺ ഇതിനായി ചെലവ് വരും. അമേരിക്ക ബഹിരാകാശത്ത് ആയുധങ്ങൾ സ്ഥാപിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. 2029 തൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ബഹിരാകാശത്ത് നിന്ന് വരുന്ന മിസൈലുകളെ പോലും തടയാൻ ഇതിന് കഴിയുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്.